നിന്നിലായി പാർട്ടി 2 രചന ഷിലൂട്ടി അവതരണം ഷാവുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ ഇടിക്കണ കേട്ടില്ല നീ പോണോ എന്റെ ചോദ്യം കേട്ടതും എന്നെ ഒന്ന് തുറച്ചു നോക്കി എന്റെ കൈയും വലിച്ച് അവരുടെ ക്ലാസിന്റെ അടുത്തേക്ക് പോയി. അവിടുന്ന് ഏകദേശം ആളുകളും പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ആകെ കുറച്ച് കുട്ടികൾ മാത്രം സൈഡിൽ കൂട്ടം കൂടി നിന്നിട്ടുണ്ട്. ശിവേട്ടാ നീങ്ങ് വന്നേ, ആ ജിത്തേനെ കൂടി കൂട്ടിക്കോ. ജനൽക്കമ്പിലൂടെ അകത്തേക്ക് നോക്കി ശിവ വിളിച്ചു കൂവിയതും ആ കൂട്ടത്തിൽ നിന്ന് ശിവ ഇറങ്ങി വന്നു. പുറകെ ജിത്തും. അവരടുത്തും ഞാൻ ശിവയുടെ ചെവിയിൽ മെല്ലെ പറഞ്ഞു, നമുക്ക് പോകാടി, എനിക്ക് വല്ലാതെ മുള്ളാ മുട്ടുന്നു. നീ പാന്റിൽ മുള്ളിയാലും സാരില്ല, നീ ജിത്തേട്ടനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടേ ഇങ്ങോട്ട് പോവുള്ളൂ. അവൾ പറഞ്ഞു കഴിയുമ്പോഴേക്കും അവർ ഞങ്ങളുടെ തൊട്ടുമുമ്പിൽ എത്തിയിരുന്നു. എന്തോ ശിവ ചോദിച്ചു. അവൾ ജിത്തിന്റെ നേരെ തിരിഞ്ഞു. ദേ, ഇവൾക്ക് ജിത്തേനോട് സംസാരിക്കണം, ഒന്ന് കേൾക്കണം, മറുപടിയും കഴിയുമെങ്കിൽ ഇപ്പൊ തന്നെ കൊടുക്കണം. അതും പറഞ്ഞ് അവൾ ശിവയുടെ കൈ വലിച്ച് സൈഡിലേക്ക് പോയി. ഈശ്വര, ഞാനിതിപ്പോ എന്ത് ചെയ്യാനാ? അവള് പറഞ്ഞ ശൈലി വെച്ച് തന്നെ ആൾക്ക് സംഭവം പിടിയിട്ടിട്ടുണ്ടാവും. എന്താ വെച്ചാൽ വേം പറ, ബസ് പോവും. ആള് പറഞ്ഞു. ഞാൻ തലയുയർത്തി നോക്കി. പതിഞ്ഞ സ്വരത്തിൽ ഞാൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടമാണ് നിങ്ങളെ. ഞാൻ പറഞ്ഞു കേട്ടതും ആ മുഖത്ത് ഇത് പ്രതീക്ഷിച്ച എന്നുള്ള മുഖഭാവം മാത്രമായിരുന്നു. പണ്ട് തൊട്ടേ ഉള്ളതാ, ആദ്യം കണ്ടപ്പോൾ മുതൽ. ഇന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ലെങ്കിലോ എന്നുള്ളതുകൊണ്ട് പറഞ്ഞതാ. ഇഷ്ടമില്ലെങ്കിൽ പറയാട്ടോ, ശല്യം ചെയ്യില്ല. ഇഷ്ടമല്ല, ഇനി എനിക്ക് പോവാനോ. ശിവ നീ വന്നേ. എടുത്തടിച്ച പോലെ അത്രയും പറഞ്ഞ് ശിവയും വിളിച്ചവൻ നടന്നകുന്നതും ഞാൻ അവിടെ തന്നെ നിർജീവമായി നിന്നു. അവർ കുറച്ച് അകലെത്തിയതും തിരിഞ്ഞു നോക്കിയ ശിവയെ കണ്ടപ്പോൾ മനസ്സിലായി ആള് ശിവയോട് കാര്യമൊക്കെ പറഞ്ഞു എന്ന്. ശ്രീ വിഷമിക്കാതെ, എന്റെ തോളിൽ കരമമർത്തി ശിവ പറഞ്ഞു. ഞാനൊന്ന് പുഞ്ചിരിച്ച് കാണിച്ചു. ഞാൻ പോട്ടെ ശിവയെ, ചേച്ചിയെ കാണാൻ തോന്നുന്നു. കണ്ണിൽ നിന്ന് ഉദിനാവെമ്പേൽക്കുന്ന കണ്ണുനീനെ തടഞ്ഞു നിർത്തി അവളോട് ഇത്രയും പറഞ്ഞ് ഞാൻ നടന്നകന്നു. രാവിലെ പോലെ തന്നെ ബസ്സിൽ കയറിയതും വീട്ടിലെത്തിയൊക്കെ യാന്ത്രികമായാണ്. രാവിലെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലതൊക്കെ നേടുമെന്ന പ്രതീക്ഷയായിരുന്നെങ്കിൽ ഇപ്പോൾ നെഞ്ചാകെ ഒരു വിങ്ങലാണ്. വീട്ടിൽ ചെന്ന് റൂമിൽ കയറിയതും ചേച്ചിയെ മുറുകെ കെട്ടിപ്പിടിച്ച് സങ്കടമൊക്കെ കരഞ്ഞു തീർത്തു. ഏങ്ങലയുടെ ശബ്ദം കുറഞ്ഞു വന്നും ചേച്ചി മെല്ലെ സംസാരിക്കാൻ തുടങ്ങി. ഇനി പുറകെ പോകരുത്, ഇതും പറഞ്ഞു. മറക്കാൻ പാടാണ്, എന്നാലും ശ്രമിക്കണം. അല്ലെങ്കിൽ കാലചക്രം തിരിയുമ്പോൾ വേറൊരാൾ ഈ നെഞ്ചിൽ സ്ഥാനം പിടിക്കാൻ പാടായിരിക്കും. അതിൽ പിന്നെ ആളെ കണ്ടിട്ടുണ്ടെങ്കിലും ശല്യപ്പെടുത്തിയിട്ടില്ല. മറക്കണമെന്നൊക്കെ മനസ്സിലുണ്ട്. ചില സമയത്ത് മറന്നെന്നും തോന്നും. എന്നാൽ അതൊക്കെ എന്റെ തോന്നൽ മാത്രമാണെന്നുള്ളത് അവനെ കാണുമ്പോൾ എന്റെ ഹൃദയമിടിപ്പിൽ മനസ്സിലാവും. അത് തന്നെയാണ് ഇന്ന് അവൻ അമ്പലത്തിൽ കണ്ടപ്പോൾ തോന്നിയതും. കണ്ണിനോട് നോക്കേണ്ടെന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നില്ല, അത്ര തന്നെ. ശ്രീകുട്ടി എങ്ങോട്ടോ? അമ്പലത്തിൽ നിന്നുള്ള വഴിയാണോ? പാടത്തിന്ന് ബാലേട്ടന്റെ ചോദ്യം വന്നപ്പോഴാണ് ഞാൻ ഞെട്ടി ചിന്തകളിൽ നിന്ന് ഉയർന്ന്. ആ അതെ, വിഷുവൊക്കെ അല്ലേ, അമ്പലത്തിൽ പോകാൻ തോന്നി. അല്ല, ബാലേട്ടനെന്താ ഈ വെളുപ്പങ്കാലത്ത് പാടത്ത്? ഞാനും വിഷു അല്ലേ, രാവിലെ തന്നെ ഇങ്ങോട്ട് വന്ന് ഇതിനൊക്കെ വെള്ളം നനക്കാന്ന് വിചാരിച്ചു. ആള് ചുറ്റുമുള്ള പച്ചക്കറിയിൽ കണ്ണോടിച്ച് പറഞ്ഞു. പാടം നിറയെ ബാലേട്ടന്റെ കൃഷിയാണ്. അമ്പലത്തിൽ റോഡ് വഴി പോവാമെങ്കിലും ഇതൊക്കെ കാണാൻ വേണ്ടി ഞാൻ ഈ വഴിയിലൂടെയാണ് പോവാറ്. ശ്രീകുട്ടിയെ, ചേച്ചി വന്നിട്ടുണ്ടോ? പാടത്തൂടെ കണ്ണോടിക്കുന്നിടയിൽ ബാലേട്ടൻ ചോദിച്ചു. ഞാൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ആ, ചേച്ചിയും ചേട്ടൻ ഇന്നലെ തന്നെ വന്നിട്ടുണ്ട്. അല്ല ശ്രീകുട്ടിയെ, നിനക്ക് കല്യാണം ഒന്നും കഴിക്കണ്ടേ? പഠിത്തം കഴിഞ്ഞ് ജോലിക്കായില്ലേ? ആ, പറഞ്ഞു കൊടുക്കി ഇവിടെ തന്നെ എത്തി. ഞാനൊന്ന് ചിരിച്ചു കാണിച്ച് വേദന വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയപ്പോഴേക്കും സമയം രാവിലെ 6:30. സമയം കളയാതെ ബെഡിലേക്ക് ചാടി കിടന്നുറങ്ങി. പിന്നെ എഴുന്നേറ്റത് ചേച്ചിയുടെ വിളി കേട്ടിട്ടാണ്. എന്റെ ചേച്ചി എന്താ ഇപ്പോ? ഞാൻ രാവിലെ എണീറ്റല്ലേ? വേഗം എണീറ്റ് റെഡി ആയിക്കോ, ഇവിടെ എല്ലാവരും നിന്നെ ലോക്കാക്കാനുള്ള പരിപാടിയാ. ഞാൻ അന്തം വിട്ട് എഴുന്നേറ്റിരുന്നു. അവൾ തുടർന്നു. അച്ഛനെന്നെ ഇങ്ങ് പറഞ്ഞയച്ച് നിന്നൊരു കൂട്ടിന്ന് കാണാൻ വരുന്നത്രേ. നിനക്ക് എതിർപ്പൊന്നുമില്ലെങ്കിൽ റെഡിയായി നിൽക്കാൻ പറഞ്ഞു. ഇന്ന് വിഷു ആയിട്ടോ? ഞാൻ സംശയഭാവത്തോടെ ചോദിച്ചു. അവൾ ചിരിച്ചു. വിഷുവിനേക്കാൾ വേറെ നല്ല ദിവസം ഏതാ? പോയവനെയും വന്നവനെയും കുറിച്ച് ആലോചിച്ച് അച്ഛനെ വിഷമിപ്പിക്കരുത്. സമയം 10 ആയി. 10 കഴിയുമ്പോഴേക്കും അവരിങ്ങെത്തും. റെഡിയായി നിന്നോ നീ. ചേച്ചി അതും പറഞ്ഞു പോയതും ഞാൻ കുറെ നേരം എന്തൊക്കെയോ ആലോചിച്ച് ബെഡിൽ തന്നെ ഇരുന്നു. വാതിലൊരു കൊട്ടി കേട്ടതും പെട്ടെന്ന് പിടഞ്ഞെഴുന്നേറ്റ് മുടിയും വാരിക്കെട്ടി പുതിയൊരു ഡ്രസ്സ് ഇട്ടു. ഡ്രസ്സൊക്കെ ഇട്ട് കണ്ണാടിയിൽ തിരിഞ്ഞു മറിഞ്ഞു നോക്കുമ്പോഴാണ് വണ്ടിയുടെ ശബ്ദം കേട്ടത്. അപ്പോൾ തന്നെ കൈയും കാലും വിറക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞതും ചേച്ചി ഒരു കള്ളച്ചിരിയുടെ റൂമിൽ കയറി വന്നു. വാ, വിളിക്കുന്നുണ്ട്. ഞാൻ പുറകെ പോയതും കയ്യിലൊരു ട്രേ ചായ തന്നു. ചായയും കൊണ്ട് ഹാളിലേക്ക് നടന്നു. ഹാളിൽ സോഫയിലിരിക്കുന്നവരെ കണ്ട് ഞാൻ ഞെട്ടി. രാവിലെ അമ്പലത്തിൽ കണ്ടവർ ഇവിടെ. നീ വായി നോക്കി, മാറി നോക്കിക്കാതൊന്ന് പിടിച്ചേ എന്നും പറഞ്ഞ് അവൻ തന്റെ ഷർട്ടൂരി എന്റെ തോളിലിട്ട് എന്റെ തലക്കിട്ടൊന്ന് കിഴുക്കി. ഞാൻ തലയും തടവി അവന്റെ നേരെ തിരിഞ്ഞതും നേരെ കണ്ണെത്തിയത് അവന്റെ നെഞ്ചിൽ പച്ചകുത്തിയ തൃശൂലത്തിലേക്കാണ്. ആ തൃശൂലത്തിന്റെ തൊട്ടു താഴെയായി കുറച്ച് വലിയ അക്ഷരത്തിൽ ശ്രീ എന്നും എഴുതിയിട്ടുണ്ട്. നെഞ്ചിലേക്ക് തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ പച്ചകുത്തിയതിന്റെ മുകളിലായി തന്നെ എന്റെ പല്ലിന്റെ അടയാളവും കാണാം. ഇന്നലെ രാത്രി മുഴുവൻ അവിടെ കടിച്ചു പറിച്ച മതിയാവാഞ്ഞിട്ടാണോ വച്ചേ ഇവിടെ പബ്ലിക്കായി നിന്ന് വായി നോക്കുന്നത്? ആ താടി രോമങ്ങൾ എന്റെ ചെവിയിലേക്ക് ഉരസിക്കൊണ്ടാവും പറഞ്ഞതും ഞാൻ അവനെ നോക്കി മുഖം കൂട്ടി. ആ കൈയും പിടിച്ചു വലിച്ച അമ്പലത്തിലേക്ക് കയറി. നിന്റെ കുഞ്ഞീഷ്ടന്റെ അടുത്തേക്കായതുകൊണ്ടാണോ ഇത്രയും അധികാരം? ആ, ആണെന്ന് കൂട്ടിക്കോ. അവൻ പുറകിൽ നിന്നൊരു കള്ളച്ചിരിയോടെ ചോദിച്ചു. ഞാനൊന്ന് കണ്ണിറുക്കി കാണിച്ച് മറുപടി പറഞ്ഞ് മുന്നോട്ട് നടന്നു. ഞാൻ അമ്പലനടയിൽ നിന്ന് കണ്ണുടച്ച് പ്രാർത്ഥിച്ചു. കുഞ്ഞിഷ്ട, ഇതാ ഇപ്പൊ പുതിയ വിഷു വന്നിരിക്കുന്നു.
കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞ പോലെ ഈ പ്രാവശ്യം പരാതിപ്പെട്ടിയും തുറക്കാനില്ല, സന്തോഷം മാത്രം. കഴിഞ്ഞ വിഷുവിന് മുന്നിൽ കൊണ്ടിട്ടയാള് ഇന്നുണ്ട് എൻ്റെ കൂടെ. എൻ്റെ വലതുകരം കവർന്ന് ആയിടനെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് അത് ഇന്നും അങ്ങനെ തന്നെ നിലനിർത്തിയാൽ മതി. നീ മരിക്കുന്നതിന് മുന്നേ തൃശ്ശീവെന്ന് കൊത്തി ഈ താലി അടിക്കാൻ ഇടയാവരുതേ. എന്നും ഞങ്ങൾക്ക് ഇതുപോലെ സന്തോഷം മാത്രം തരണേ. കണ്ണു തുറന്നു പോറ്റിയുടെ കയ്യിൽ നിന്ന് പുഷ്പാഞ്ജലിയും വാങ്ങി അതിൽ നിന്നൊരു നുള്ളു പ്രസാദം എടുത്ത് അവനെ നെറ്റിയിൽ ചാർത്തി കൊടുത്തു. ഞാൻ ഇനി കുരി തൊടാൻ പോയതും ആളെന്റെ കയ്യിൽ പിടിച്ചു. എന്താ ഉദ്ദേശം എന്ന് ചിന്തിച്ച് ഞാൻ കണ്ണുറുക്കി നോക്കിയതും അവൻ ചുറ്റും നോക്കി. ആരും തങ്ങളെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതും അവൻ പെട്ടെന്ന് അവന്റെ തല താഴ്ത്തി എന്റെ നെറ്റിയിൽ മുട്ടിച്ചു. ആ ഇപ്പൊ നല്ല ഭംഗിയുണ്ട്. ആ നുണക്കുഴിയും കാണിച്ച് ഇരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ആ കയ്യിലേക്ക് ഒരു ചെറിയ തല്ലു കൊടുത്തു. കുഞ്ഞിഷ്ടന്റെ മുന്നീന്നാ ഈ തോന്നിയാസം? എന്റെ ചോദ്യം കേട്ടതും വീണ്ടും ആ ചിരി തന്നെ. പിടിച്ചു വലിക്കാൻ കട്ടിമീശയൊന്നും ഇല്ലെങ്കിലും ഇതുപോലെ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ആ കുറ്റിത്താടി പല്ലുകൊണ്ട് കടിച്ചു വലിക്കാറാണ് പതിവ്. ഇതിപ്പോ അമ്പലത്തിലല്ലേ, പറ്റില്ലാലോ. നിന്റെ കുഞ്ഞിഷ്ടനല്ലേ, ആൾക്കിതൊന്നും കുഴപ്പമില്ലാന്ന് ആ താടിയൊന്നും മെല്ലെ തടവിക്കൊണ്ട് മെല്ലെ പറഞ്ഞതും എന്റെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഞാൻ അതേ ചിരിയോടെ ആളുടെ കൈയും പിടിച്ച് അമ്പലത്തിന് ചുറ്റും വലം വയ്ക്കാൻ തുടങ്ങി. ഓരോ അടി മുന്നോട്ട് വെക്കുമ്പോഴും എന്റെ മനസ്സിൽ നിറയെ കഴിഞ്ഞ വർഷത്തെ വിഷുവായിരുന്നു. ആ ഓർമ്മയിലേക്ക് പോയതും എന്റെ ആദ്യത്തെ പെണ്ണ് കാണൽ മിഴിവോടെ മനസ്സിലേക്ക് ഓടി വന്നു. അന്ന് ചായം കൊണ്ട് ആളിലേക്ക് പോയപ്പോൾ അവിടെ ഇരിക്കുന്ന ശിഖയും ശിവയും കണ്ട് ഞാൻ ഞെട്ടി നിന്നു. അച്ഛനും ബാക്കിയുള്ളവരൊക്കെ അടുത്തന്നെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഭാവവ്യത്യാസമൊന്നും ഇല്ലാതെ തന്നെ പെരുമാറി. അപ്പോഴും എന്റെ മനസ്സിൽ ഇതായിരുന്നു, എന്നാലും ശിവയുടെ രണ്ടുപേർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോ എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ആദ്യം എനിക്ക് ഷികയോട് സംസാരിക്കണമെന്നായിരുന്നു. എല്ലാവരും കണ്ണുമിഴിച്ച് നോക്കിയെങ്കിലും ഞാൻ അതൊന്നും കാര്യമാക്കാതെ അവളെയും വലിച്ച് റൂമിലേക്ക് പോയി. എന്താ സാതാപാണോ? കൈമാറിലേക്ക് ചേർത്ത് കെട്ടി ചുമലിൽ ചാരി ഞാൻ ചോദിച്ചു. സാതാപം തോന്നാൻ എന്താ? നിന്റെ കെട്ടിയോൻ ചത്തോ? എന്താ നിന്റെ ഉദ്ദേശം? ശിവ പിന്നെ എന്നെ പെണ്ണാണാൻ വന്ന്? അതവന് നിന്നോട് മുടിഞ്ഞ പ്രേമായോണ്ടാ? അവൾ പറഞ്ഞിട്ട് ഞാൻ ശരിക്കും ഞെട്ടി. അവൾ നോക്കിയതും അവൾ അതേ രീതിയിൽ തലയാട്ടി. നീ ജിത്തേട്ടനെ നോക്കും മുതലുള്ള പ്രേമാണെന്നാ പറയുന്നത്. പക്ഷെ ഞാനറിഞ്ഞ അടുത്താണെന്ന് മാത്രം. നിന്നെ പൊന്നുപോലെ നോക്കണ്ടി. സത്യം ഞാനാണേ പ്രോമിസ്. നീ ആലോചിച്ച് സമ്മതാണെന്ന് മാത്രം പറ. എനിക്ക് നിന്നെ തന്നെ മതി നാത്തും പോരുന്നേ. അവൾ ഇളിച്ചുകൊണ്ട് ഇതും പറഞ്ഞ് പുറത്തേക്ക് പോയതും ഞാൻ അവിടെ അന്തം വിട്ടിരിക്കുമ്പോഴാണ് ഒരു മുരടനക്കം കേട്ടത്. തലപൊക്കി നോക്കുമ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ മുന്നിൽ ശിവ തന്നെയായിരുന്നു. അയാളോടൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഞാൻ മൗനം പാലിച്ചു. ആളും കുറച്ചേരൊന്നും മിണ്ടിയില്ല. ഏറെ നേരം മൗനം തന്നെ തുടർന്നു. ശിവ സംസാരിച്ചു തുടങ്ങി. ഈ ചോദിക്കുന്നത് തെറ്റാണെന്നൊന്നും അറിയില്ല. നിനക്ക് ജിത്തിന് ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ തകർന്ന ഞാൻ അന്ന് കുറെ വിഷമിച്ചു. നീ ഒന്ന് പേറിയ വിഷമത്തിന്റെ അതേ തോത് ഞാനൊന്ന് അനുഭവിച്ചിരുന്നു. മറക്കാൻ ശ്രമിച്ചു, പക്ഷേ പറ്റുന്നില്ലടോ. അങ്ങനെ അടക്കാൻ പറ്റാതായപ്പോൾ ശിഖയോട് പറഞ്ഞു. അവളെ ഇങ്ങനെ ഒരു പ്ലാൻ പറഞ്ഞു. വരുമോ? ജീവിതകാലം മുഴുവൻ എനിക്ക് കൂട്ടായി നോയിക്കോളാം ഞാൻ. ശിവ പറഞ്ഞു നിർത്തിയതും എൻ്റെ ഉള്ളിൽ തരിപ്പേറിപ്പോയി. ശിവയ്ക്ക് എന്നോട് ഞാനിതുവരെ നോട്ടം കിട്ടിയതായി പോലും ഓർക്കുന്നില്ല. അല്ല, എങ്ങനെ കാണാനാണ്? അന്നൊക്കെ എൻ്റെ നോട്ടം മുഴുവൻ ചിത്തിൽ മാത്രമായിരുന്നല്ലോ. നിർബന്ധിക്കില്ല ഞാൻ, നിനക്ക് ആലോചിച്ച് തീരുമാനം പറയാം. ശിവ ഇത് പറഞ്ഞ് പുറത്തേക്ക് കടന്നു പോയതും ഞാൻ അവിടെ തന്നെ ഇരുന്നു. കാർ പോകുന്ന ശബ്ദം കേട്ടപ്പോൾ മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അച്ഛനും അമ്മയ്ക്കും ബന്ധം മുന്നോട്ടുണ്ടാകാൻ നല്ല താല്പര്യമുണ്ട്. എന്നോട് ആലോചിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ റൂമിൽ പോയി ബെഡിൽ വീണു. ജിത്തിനോട് ഇപ്പോഴും അടങ്ങാത്ത പ്രണയമൊന്നും ഉള്ളിൽ അങ്ങനെ അവശേഷിപ്പില്ല. പക്ഷേ കാണുമ്പോഴുള്ള നെഞ്ചു തുടിപ്പ്. ഒരിക്കലും അവൻ സ്വന്തമാവുമെന്ന് ഞാൻ മനക്കോട്ട് കെട്ടിയിരുന്നില്ല. പക്ഷേ ആ സ്ഥാനത്ത് ശിവ എനിക്കങ്ങനെ കാണാൻ സാധിക്കുമോ? എപ്പോഴത്തെയും പോലെ ചിന്തകളുടെ കെട്ടഴിക്കാൻ ചേച്ചിയെ തന്നെ ആശ്രയിച്ചു. ശ്രീയെ, നീ ഒന്ന് ചിന്തിച്ചു നോക്കി. നീ ജിത്തിനോട് ഇഷ്ടം പറഞ്ഞു പോയപ്പോൾ ജിത്ത് ശിഖയാണ് ഇഷ്ടമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നതിന് അവസ്ഥ? അതുപോലെയായിരുന്നു ശിവയും. നീ അവൻ്റെ കൂട്ടുകാരനെ ഇഷ്ടപ്പെട്ടു, പക്ഷെ ആ കൂട്ടുകാരൻ നിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അത് ശിവകാരനൊന്നുമില്ല. ശിവയുടെ ഇഷ്ടം ജിത്ത് അറിയുന്ന ഈ അടുത്താണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, പറ്റുമെങ്കിൽ ശിവയെ കൂടെ കൂട്ടാൻ തീരുമാനിക്കുക. പ്രണയിക്കപ്പെടുന്നത് ഒരു വല്ലാത്ത അനുഭൂതിയാണ്. നിനക്കത് അനുഭവിക്കണമെങ്കിൽ അത് ശിവയിൽ നിന്നായിരിക്കും നല്ലത്. കാരണം അതിന് കാലപ്പഴക്കമുണ്ട്. വീഞ്ഞു പോലെയാണ് പ്രണയം. കാലം കൂടുന്തോറും മധുരവും ലഹരിയും കൂടും. നിനക്ക് നേടിയെടുക്കാൻ പറ്റാതിരുന്ന ആദ്യ പ്രണയം അവനെങ്കിലും നേടട്ടെ. ചേച്ചിയുടെ വാക്കുകൾ എന്നെ വീണ്ടും പിടിച്ചു കുലുക്കി. അവന് പ്രണയിക്കാൻ തുടങ്ങിയൊന്നുമില്ലെങ്കിലും അച്ഛനോട് കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞു. ഷികക്കായിരുന്നു കൂടുതൽ സന്തോഷം. കല്യാണ ദിവസങ്ങൾ അടുത്തു. ശിവ എപ്പോഴെങ്കിലും വിളിക്കുമായിരുന്നു. അതിൽ നിന്ന് തന്നെ ഞങ്ങളൊരു അടുപ്പം നേടിയെടുത്തിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ അവന് പാതി എന്ന സ്ഥാനം കൊടുത്തു. മണ്ഡപത്തിൽ നിന്ന് അവന്റെ പേര് കുത്തിയ താലി ചാർത്തി തന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു സന്തോഷവും തരിപ്പും പടർന്നു. അവന്റെ കഴുത്തിൽ ഹാരം ചാർത്തി ഞാൻ ആളുകളിലേക്ക് കണ്ണോടിക്കുമ്പോൾ കണ്ടു മുൻനിരയിൽ മാറിൽ കൈകെട്ടി എന്ന് ചിരിച്ചുകൊണ്ട് തന്റെ കൂട്ടുകാരന്റെ സന്തോഷത്തിൽ പങ്കുചേരുന്ന ജിത്തിനെ. ആ കണ്ണിൽ നിറയെ സന്തോഷമാണ്. അല്ല, അതങ്ങനെയല്ലേ വരുള്ളൂ. ചിലപ്പോൾ അവരുടെ സൗഹൃദത്തോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. ഇന്ന് ഈ നിമിഷം മുതൽ ജിത്ത് എന്നയാൾ എനിക്ക് എൻ്റെ ഭർത്താവിന്റെ കൂട്ടുകാരൻ മാത്രമാണ്. ആളോട് പ്രത്യേക ദേഷ്യമൊന്നുമില്ല. ആൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ലേ. ഇങ്ങോട്ട് ഇഷ്ടം പറഞ്ഞു വരുന്നവരെ നമ്മൾ അകറ്റാറില്ലേ? ശിവ സിന്ദൂരം കൊണ്ട് എന്നെ നെറുക ചോദിപ്പിച്ചു. അവിടെ തന്നെ ഒരു സ്നേഹചുംബനവും എനിക്കായി സമ്മാനിച്ചപ്പോൾ ഞാനും നിറഞ്ഞൊരു പുഞ്ചിരി തിരിച്ചു നൽകി. അപ്പോൾ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ആ കണ്ണ് കണ്ടപ്പോൾ തന്നെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു, ഞാൻ കാരണം വേദനിപ്പിക്കില്ല ഒരിക്കലും.
അവസാന ശ്വാസം വരെ അവന് തണലായി ജീവിക്കണം. അവന്റെ ഇടനെഞ്ചിൽ ചേർന്ന്. എന്റെ സ്ത്രീ, നീ ഇത് എവിടെ നോക്കിയ നടപ്പ്? സ്വയം മറന്ന് ആലോചിച്ച് നടക്കെ നേരെ ചെന്ന് മുന്നിലുള്ള ഭണ്ഡാരത്തിൽ ഇടിക്കാൻ പോയതും ശിവ പുറകിലേക്ക് പിടിച്ചു വലിച്ച് ചോദിച്ചു. അതിന് മറുപടിയായി ഒന്ന് ഇളിച്ചു കാണിച്ച് നടന്നു. വീണ്ടും നടയിലേക്ക് എത്തിയതും ഒന്നുകൂടി കുഞ്ഞീഷ്ണനോട് പ്രാർത്ഥിച്ച് വീട്ടിലേക്ക് പോവാനിറങ്ങി. പടിപ്പുരവാതിൽ കടന്നു കുഞ്ഞീഷ്ണനെ തിരിഞ്ഞു നോക്കി. ആളെ എപ്പോഴത്തെയും പോലെ തന്നെയാണ്. കള്ളച്ചിരിയും തൂകി തന്നെ നിൽപ്പുണ്ട്. ആ കള്ളച്ചിരി കാണാനും വല്ലാത്ത ഭംഗിയാണ്. കുഞ്ഞീഷ്ണനെ നോക്കി കൈ തൊണ്ടക്കുഴിയിൽ തൊട്ടുമുത്തി പ്രാർത്ഥിച്ച് കാറിൽ കയറി ശിവയുടെ വീട്ടിലേക്ക് പോയി. അല്ല, ജിത്തേട്ടനെ പോന്നു? വീട്ടിലെത്തി സോഫയിലിരിക്കുന്ന ജിത്തേട്ടനോട് ചോദിച്ചു. ആളെ എന്നെ നോക്കി കൈ ഉയർത്തി മറുപടി തന്നു. അമ്പലത്തിൽ പോയിട്ട് വന്നോ? ഞാൻ നേരത്തെ വന്നു. നിങ്ങളെന്താ വയ്യേ? അതിനൊരാൾക്ക് കുഞ്ഞീഷ്ണനോട് കഥ പറഞ്ഞു കഴിയണ്ടേ? ശിവ എന്നെ ഒന്ന് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ അവനെ നോക്കി മുഖം കൂട്ടി. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഷീക കയറി വന്ന്. ആ വന്നതിന്റെ നാഥൻ, നീ പണിയെടുക്കാൻ മടി പിടിച്ച് മനപ്പുറം വഹിച്ചല്ലേ? ഓ, മനസ്സിലാക്കി കളഞ്ഞല്ലോ. നിനക്ക് കെട്ടിയന്റെ വീട്ടിലൊന്നും പോകണ്ടേടി. കണ്ടു ശിവേട്ടാ, കണ്ടോ ഇവിടെ എന്നെ ഇവിടുന്ന് ഇറക്കി വിടാൻ നോക്കുന്നു. നിർത്തിയേ രണ്ടും, ചുമ്മാ കലവില. ജിത്തേട്ടന്റെ ഓർഡർ വന്നു. രണ്ടും വായടച്ചു. ആൾക്ക് പിന്നെ അധികം ശബ്ദമൊന്നും ഇഷ്ടമല്ലല്ലോ. ഞാനും ശിഖ ഇത് പതിവാണ്. ആരെങ്കിലും ചോദിച്ചാൽ നാത്തൂൻ പോരെടുക്കാൻ പറ്റാത്തതിന്റെ വിഷമാണെന്നും പറയും. അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായി. അത് നല്ല അസല് പ്രേമവിവാഹം. കോളേജിലെ സീനിയറായിരുന്നു വൈശാഖ്. ആ പ്രേമത്തിന് ചുക്കാൻ പിടിച്ച ഞാനും. പിന്നെ ജിത്തേട്ടൻ ആള് സ്റ്റിൽ ബാച്ചിലറാണ്. ആദ്യമൊന്നും വലുതായിട്ട് എന്നോട് മിണ്ടിയൊന്നും ചെയ്തില്ലെങ്കിലും പോകെ പോകെ മിണ്ടി ഇപ്പൊ നല്ല കൂട്ടായി. പേര് വിളിക്കുമ്പോൾ ചെവിയിൽ അമൃതാവന്റെ നഖം കാരണം ജിത്തു എന്നുള്ള വിളി മാറ്റി ജിത്തേട്ടൻ നാക്കി. ഞാൻ ഡ്രസ്സ് മാറ്റാൻ മുകളിലേക്ക് കയറിയതും ശിവയും പുറകെ വന്നു. ആ ശിവ, ഇങ്ങ് വന്നേ, ഒരു കൂട്ടുണ്ട്. ജിത്തേട്ടൻ പുറകിൽ നിന്ന് വിളിച്ചോ. ശിവ പുരികം കുറുക്കി തിരിഞ്ഞു നോക്കി. ഭയങ്കര ചൂട്, ഞാൻ ഇതൊന്ന് മാറ്റിയിട്ട് വരാം. ഇല്ലാത്ത ചൂടിന്റെ പേരും പറഞ്ഞ് ഷർട്ടിന്റെ കോളർ പിടിച്ചു കുലുക്കി വാഗുണ്ട് കാറ്റൂന്ന പോലെ കാണിച്ച് ശിവ പറഞ്ഞു. ജിത്തേട്ടൻ അടക്കി പിടിച്ചിരിച്ചു. ആളിലെ ഫാനിന് നല്ല കാറ്റാടാ, നീങ്ങു ബാ. ജിത്തേട്ടൻ ഒരു പ്രത്യേക ട്യൂണിൽ പറഞ്ഞു. ശിവ പല്ലടിച്ചു. പോയി വല്ല പെണ്ണിനെ പിടിച്ച് കെട്ടട തെണ്ടി, വെറുതെ മനുഷ്യന്റെ കഞ്ഞിന് മണ്ണ് മാറിയിടാതെ. ആദ്യത്തെ നല്ല ഒച്ചയിൽ വിളിച്ചു പോയി. ബാക്കി പിറുവിറുത്തുകൊണ്ട് പറഞ്ഞു. ഞാൻ റൂമിലേക്ക് കയറി. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സാരിയുടെ പിന്നൂരിയതും ശിവ അന്ന് വാതിലടച്ച് ഒന്നിച്ചായിരുന്നു. ശ്രീ എന്ന് വിളിച്ച് അവൻ കൊഞ്ചലോട് അടുത്ത് വന്നപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. അവൻ എന്നെ പിടിച്ച് ബെഡിലിരുത്തി. അവിടെ തന്നെ മുട്ടുത്തിയിരുന്ന് എന്റെ സാരി കുറച്ച് നീക്കി ചെറുതായി വീർത്തുള്ള ഉദരത്തിലേക്ക് അമർത്തി ചുംബിച്ചു. കഴിഞ്ഞ വിഷുവിന് നിന്റെ കുഞ്ഞീഷ്ണനോട് ഞാൻ ചോദിച്ചത് നിന്നെ മാത്രമായിരുന്നു. അതെനിക്ക് തന്നു. കൂടെ ഇരട്ടി മധുരം എന്ന കണക്കെ നമ്മുടെ കുഞ്ഞാവയും. സ്വപ്നം കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള നിമിഷം. പക്ഷെ യാഥാർത്ഥ്യമാവെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ ഇത്രയും പറയുമ്പോഴേക്കും ആ കണ്ണിൽ നീർത്തുള്ളികൾ തളം കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്റെ ശിവയ്ക്ക് കണ്ണ് നിറയുന്നതിനേക്കാളും ഭംഗി ഈ നുണക്കുഴി ഇങ്ങനെ തെളിഞ്ഞു കാണുന്ന. ഞാൻ എന്റെ വിരൽ കൊണ്ട് അവനെ നുണക്കുഴി അകത്തേക്ക് കുന്തി പറഞ്ഞു. ആ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ആ പുഞ്ചിരിയോടെ അവൻ എന്റെ മാറിലേക്ക് മുഖം പൂഴ്ത്തി. ഒരു കൈ എന്റെ വയറിൽ ചുറ്റിപ്പിടിച്ചതും ഞാൻ അവന്റെ തലമുടിയെ തലോടി ആ മൂർത്താവിലേക്കൊന്ന് അമർത്തി ചുംബിച്ചു. വിധിച്ചതല്ല ഈ ജീവിതം, കൊതിച്ചത് തന്നെയാണ്. ഞാനല്ലെങ്കിൽ അവൻ കൊതിച്ചതാണ്. കൊതിച്ചത് നേടിയത് അവനാണെങ്കിലും ഏറെ സന്തോഷം എനിക്കാണ്. അന്ന് ചേച്ചി പറഞ്ഞ ശരി തന്നെയാണ്. പ്രണയിക്കപ്പെടുന്നതിന്റെ അനുഭൂതി പ്രണയിക്കുന്നതിനേക്കാൾ ഒരു പടി മുന്നിൽ തന്നെയാണ്. അത് ശിവയിൽ നിന്നുള്ളതായതുകൊണ്ട് ലഹരി ഏറെയാണ്. അവന്റെ പ്രണയത്തിന്റെ ലഹരി. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു.